ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്രാവിശേഷം മുക്കൂത്തി വിശേഷമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് പത്തനംതിട്ട ജോസ്കോ ജ്വല്ലറിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഏകദേശം ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. പനിയായിപ്പോയി. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിരുന്നെങ്കിലും എനിക്ക് സൗണ്ടൊന്നും കൊടുക്കാൻ പറ്റാതെ പോയി. അതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് വന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റാന്നിയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ മണ്ണാറക്കുളഞ്ഞിയാണ്. ഈ ചേട്ടൻ അവിടെ ചൂട് പായസം അടപ്രഥമൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായിട്ട് അവിടെ ഉണ്ട് കേട്ടോ ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഈ വഴിക്ക് വരുമ്പോൾ പായസം വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ച് പായസം കഴിക്കാറുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ കല്യാണത്തിനോ ഒക്കെ ആണല്ലോ കൂടുതൽ നമുക്ക് ഈ പ്രഥമനൊക്കെ കിട്ടാറ് അല്ലേ. ഇപ്പം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ ഏത് വഴിക്ക് പോയാലും ഇങ്ങനെയുള്ള പായസം ഒക്കെയുള്ള ബോർഡ് കാണാം. പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ചേട്ടൻ്റെ കയ്യിൽ അടപ്രഥമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ തന്നെയാണ്. അപ്പോൾ തട്ടുകട കണ്ടല്ലോ. അപ്പം ചായ വേണ്ടവർക്ക് ചായയും കടിയും അവിടെ നിന്ന് തന്നെ കഴിക്കാം. അപ്പോൾ ആ പായസം നടത്തുന്ന ചേട്ടൻ്റെ തന്നെയാണ് ആ ചായക്കടയും കേട്ടോ. അപ്പോൾ അവിടുന്ന് ചായ വേണ്ടവർ ചായയും പായസം വേണ്ടവർ പായസവും ഒക്കെ കുടിച്ചിട്ട് നമ്മളിപ്പോൾ പത്തനംതിട്ട ജംഗ്ഷനിലെത്തി കേട്ടോ. അപ്പം നമ്മൾ സ്ഥിരം ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ജോസ്കോയിൽ നിന്നാണ് പത്തനംതിട്ട. അപ്പം നമുക്ക് പെട്ടെന്ന് വരാൻ റാന്നിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് വരാനാണ് എളുപ്പം. അപ്പം നമ്മൾ പത്തനംതിട്ട ജോസ്കോയുടെ ജ്വല്ലറിയിലെത്തി. അപ്പം മുകളിലത്തെ നിലയിലാണ് നമുക്ക് മുക്കൂത്തി സെക്ഷനൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല ഡീലിങ്സാണ് കേട്ടോ. അവിടുത്തെ സ്റ്റാഫായാലും ജീവനക്കാരായാലും എല്ലാവരും മൊത്തത്തിലൊരു നല്ല രീതിയിലുള്ള ഇടപെടലാണ്. നമ്മൾ കൂടുതലും നമ്മളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് അവരുടെ ഡീലിങ്സും കസ്റ്റമേഴ്സിനോട് എങ്ങനെയുള്ള ഇടപെടൽ ഇതൊക്കെ ആണ് കൂടുതലാകുമ്പോഴാണ് നമുക്ക് കൂടുതലും അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തോന്നലുണ്ടാവുക. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവർ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളോട് ഇടപെടുക എന്നുള്ളതൊക്കെ നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ടാവും. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ അവർ 100% കസ്റ്റമേഴ്സിനോട് നീതി പുലർത്തുന്ന ആളുകൾ തന്നെയാണ് കേട്ടോ. ജോസ്കോയിലെ അവിടുത്തെ ആ മൊത്തത്തിലുള്ള ഒരു ഇതെടുത്ത് വെച്ച് നോക്കിയാലും ജീവനക്കാർ നമ്മളോടുള്ള ഇടപെടൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പിന്നെയും നമുക്ക് പോകുമ്പോൾ അവിടെ പോകാം എന്നുള്ള ഒരിത് വരുന്നത്. കാരണം മെയിനായിട്ടും വേണ്ടത് കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ ഇടപെടുക എന്നുള്ള ഒരു മെയിൻ ക്വാളിറ്റി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ തന്നെ നമുക്ക് ആദ്യം പോകുന്നത് ജോസ്കോ എന്നുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഞങ്ങൾക്ക് അവിടെ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ജോസ്കോ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പോൾ ഇത് മുക്കൂത്തിയുടെ സെക്ഷൻ അപ്പുറത്ത് നമ്മൾ കുറേ മുക്കൂത്തിയൊക്കെ കണ്ടു. ഇതിവരുടെ ഡയമണ്ട് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട ഡയമണ്ടിൻ്റെ തന്നെ നെക്ലേസ് പോലെയുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്കത് എത്ര ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് വെഡ്ഡിങ്ങിനൊക്കെ വേണ്ടി ഈ ഡയമണ്ടിൻ്റെയൊക്കെ നെക്ലേസ് മാത്രം ഇടുമല്ലോ വെഡ്ഡിങ്ങിനൊക്കെ, ആ ഒരു സെക്ഷനാണെന്ന് തോന്നുന്നത്. നല്ല രസമായിട്ടുള്ള പല വെറൈറ്റിയിലുള്ള ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മുക്കൂത്തി കഴിഞ്ഞിട്ട് നമ്മളിവിടെ മോതിരത്തിൻ്റെയൊക്കെ ഒരു ഡിസൈനോടെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വീഡിയോയിലാക്കിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ മുക്കൂത്തിയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇറങ്ങി. അപ്പോൾ ഇവിടെയാണ് ബാക്കി വള, ചെയിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെയാണ്. അപ്പോൾ വെഡ്ഡിങ് കളക്ഷനും ഒക്കെ ഇവിടെയാണ് കേട്ടോ. കൂടുതലും മുകളിൽ ഡയമണ്ടിൻ്റെ സെക്ഷനുമാണ്, താഴെ വെഡ്ഡിങ് കളക്ഷൻ, നമ്മുടെ ഗോൾഡ് ആൻറ്റി കളക്ഷൻസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസൊക്കെയുള്ള ഒരു
ജ്വല്ലറിയാണ് കേട്ടോ, ജോസ്കോ ജ്വല്ലറി. അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ആ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഇവിടെ ജോസ്കോയിലൊക്കെ വന്ന് പർച്ചേസ് ചെയ്യൂ. കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല ഡീലിങ്സും ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ തരുന്ന ഒരു ജ്വല്ലറിയാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ആളുകളാണല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് കസ്റ്റമേഴ്സിനോട് മാന്യമായിട്ട് ഇടപെടുക എന്നൊക്കെ ഉള്ളതാണല്ലോ നമുക്കും അതാണല്ലോ താല്പര്യം. അങ്ങനെയുള്ളിടത്തോട്ടാണല്ലോ നമ്മൾ വീണ്ടും ചെല്ലുക. അങ്ങനെ മൂക്കുത്തി കുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ ജോസ്കോയിൽ തന്നെ അവിടെ തന്നെയുള്ള തട്ടാൻ തന്നെയാണ് കേട്ടോ. പുള്ളി മൂക്ക് കുത്തുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് മൂക്ക് കുത്താനായിട്ട് വന്നത്. പക്ഷേ കുത്തി കഴിഞ്ഞപ്പോൾ